Here we are given a question from this section, chain rule. We are given z is equal to u square v cube w power 4 and u is given by t square and v is given by 5t minus 8, w is given by t cube plus t. Evaluate ചെയ്യാൻ പറഞ്ഞത് dz by dt. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ z ആരാ? z is equal to u square v cube w power 4. u ഉണ്ട്, v ന്റെ ടേം ഉണ്ട്, w ന്റെ ടേം ഉണ്ട്. That means u, v, w. ഈ മൂന്ന് ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് z. That means z is a function in u, v, w. പിന്നെ യുക്കും വിക്കും ഡബ്ല്യുവിനും ഓരോ പ്രത്യേകത ഉണ്ട്. യു എന്നുള്ളത് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, വിയും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് സം കെ ഓഫ് ടി, ഡബ്ല്യുവും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് സം എച്ച് ഓഫ് ടി, കെ ഓഫ് ടി, ജെ ഓഫ് ടി എന്നിതാ. ടിയിലുള്ള മൂന്ന് ഫംഗ്ഷൻസ് ആണ് യുവും വിയും ഡബ്ല്യുവും. z എന്നുള്ളത് യുയിലും വിയിലും ഡബ്ല്യുയിലുള്ള ഫംഗ്ഷൻ ആണ്. നമുക്ക് ഏത് കേസ് ഉപയോഗിക്കാം? 3 വേരിയബിളിലുള്ള സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള റിസൾട്ട് ഉപയോഗിക്കാം. ചെയിൻ റൂളിന്റെ 3 വേരിയബിളിലെ സ്പെഷ്യൽ കേസ് ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് സ്പെഷ്യൽ കേസ് പറയുന്നത്? നമുക്ക് z എന്നുള്ള പോയിന്റ് തന്നിട്ടുണ്ട്. z ആരാ? യുയിലും വിയിലും ഡബ്ല്യുയിലുള്ള ഫംഗ്ഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് യുവും വിയും ഡബ്ല്യുവും ഫൈൻഡ് ചെയ്യാൻ പറ്റും. 3 പോയിന്റ്സ് നമ്മളെ കയ്യിലുണ്ട്, യു, വി, ഡബ്ല്യു. നമ്മൾ അവരെ യു, വി, ഡബ്ല്യു എന്നുള്ള രൂപത്തിൽ മാർക്ക് ചെയ്തു. യു, വി, ഡബ്ല്യു ഈ 3 പേരും ആരാ? ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സം എച്ച് ഓഫ് ടി, കെ ഓഫ് ടി, ജെ ഓഫ് ടി. ദാറ്റ് മീൻസ് ടിയിലുള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടി എന്നുള്ള പോയിന്റും കാണണം. നമുക്ക് ടി എന്നുള്ള പോയിന്റും കിട്ടി. ഇയാളാണ് നമ്മുടെ ടി. അതിന് നേരെ തന്നെ വി വരുന്നോണ്ട് നമുക്ക് വിനെ ജസ്റ്റ് ഒന്ന് മാറ്റി മാർക്ക് ചെയ്യാം. ഇയാളാണ് നമ്മുടെ വി. z യുയിലുള്ള ഫംഗ്ഷൻ ആണ്, വിയിലുള്ള ഫംഗ്ഷൻ ആണ്, ഡബ്ല്യുയിലുള്ള ഫംഗ്ഷൻ ആണ്, യു ടിയിലുള്ള ഫംഗ്ഷൻ ആണ്, വി ടിയിലുള്ള ഫംഗ്ഷൻ ആണ്, ഡബ്ല്യു ടിയിലുള്ള ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആരാണ്? dz by dt. z-നെ ടി എന്നുള്ള ടേമിലാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഈ ഒരു ഡിഫറൻഷിയേഷൻ പാത്താണ് കാണേണ്ടത്. ഇയാള് dz by dt ആയിരിക്കും. കാരണം z എന്നുള്ളത് എന്താണ്? യുയിലും വിയിലും ഡബ്ല്യുയിലുള്ള ഫംഗ്ഷൻ ആണ്. യു ടിയിലാണ്, വിയും ടിയിലാണ്, ഡബ്ല്യുവും ടിയിലാണ്. ടോട്ടലി z എന്തിലുള്ള ഫംഗ്ഷൻ ആയി? z ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആയി. z ടിയിലുള്ള സിംഗിൾ വാല്യൂഡ് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആയിരിക്കാം യൂഷ്വൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dz by dt ആയിരിക്കും. ഈ ഓരോ പാത്തിലുള്ള ഡെറിവേറ്റീവ് എന്താ വരിക? ഇവിടെ കാണുന്ന പാത്തിലുള്ളത് z-നെ യുയിലാണ് ചെയ്യുന്നത്. z യുയിലും വിയിലും ഡബ്ല്യുയിലും ഉണ്ടായതുകൊണ്ട് ഇവിടെയുള്ള ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു യു ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു വി. ഇവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു. ഇനി യുവിനെ ടിയിൽ ചെയ്യുന്നതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് വരിക. അതായത് യു എന്നുള്ളത് ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ സിംഗിൾ വാല്യൂഡ് ആയതുകൊണ്ട് du by dt വരും. ഇവിടെ നമുക്ക് dv by dt വരും. ഇവിടെ dw by dt യും വരും. ടോട്ടലി ചെയിൻ റൂൾ പ്രകാരം dz by dt കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്തിലൂടെയുള്ള കോമ്പോസിഷൻ, ഈ രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ, ഈ ഫംഗ്ഷന്റെ കോമ്പോസിഷൻ അവർ മൂന്നാളും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് dou z by dou u into du by dt പ്ലസ് അടുത്തത് ഈ കോമ്പോസിഷൻ dou z by dou v into dv by dt പ്ലസ്
ഈ കോമ്പോസിഷൻ ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി ടി അയാൾ എന്തിന് ഈക്വൽ ആയിരിക്കും? ഡി സെഡ് ബൈ ഡി ടിക്ക് ഈക്വൽ ആണ് അയാൾ. ദാറ്റ് ഈസ് ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ യു ഡി യു ബൈ ഡി ടി, ഡോ സെഡ് ബൈ ഡോ വി ഡി വി ബൈ ഡി ടി, ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു ഡി ഡബ്ല്യു ബൈ ഡി ടി. ഇതാണ് നമുക്ക് ചെയിൻ റൂൾ ഫോർ 3 വേരിയബിളിലുള്ള സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള റിസൾട്ട്. ഇനി നമുക്ക് ഗിവൺ ഡാറ്റാസ് വെച്ചിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യാം. നമുക്ക് യു ആയിട്ട് തന്നത് ടി സ്ക്വയർ ആണ്, വി 5t മൈനസ് 8, ഡബ്ല്യു ടി ക്യൂബ് പ്ലസ് ടി, ആൻഡ് z is given by u square v cube w power 4. dz by dt equal to ഡോ സെഡ് ബൈ ഡോ യു. സെഡിനെ യൂല് ചെയ്യാം, സെഡ് ഇയാളാണ്. സെഡിനെ യൂല് ചെയ്യുന്ന സമയത്ത് വിനെയും ഡബ്ല്യുവിനെയും കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. യുവിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് 2u സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2u v ക്യൂബ് w പവർ 4. തീർന്നിട്ടില്ല, ഡി യു ബൈ ഡി ടി ഉണ്ട്. അതായത് യുവിനെ ടിയില് ചെയ്യുക, 2t ഇൻറ്റു 2t. ഫസ്റ്റ് പാർട്ടായി. ഇനി നമുക്ക് അടുത്തത് ഡോ സെഡ് ബൈ ഡോ വി. ഡോ സെഡ് ബൈ ഡോ വി, സെഡിനെ വീല് ചെയ്യുക. വീല് ചെയ്യുമ്പോൾ യു സ്ക്വയർ കോൺസ്റ്റന്റ്, വി ക്യൂബിൻ്റെത് 3v സ്ക്വയർ, ഡബ്ല്യുവിൻ്റെത് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് w പവർ 4. വീലാണ് നമ്മൾ ചെയ്യുന്നത്. ഡോ സെഡ് ബൈ ഡോ വി ആയി. ഇനി ആരും കൂടി ഉണ്ട്, ഡി വി ബൈ ഡി ടി ഉണ്ട്. വി ആരാ? 5t മൈനസ് 8. 5t മൈനസ് 8നെ ടിയിൽ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു 5. 5 ഇൻറ്റു ടിൻ്റെത് 5tൻ്റെത് 5 വരും, 8ൻ്റെത് 0യും വരും. പ്ലസ് ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു. സെഡിനെ ഡബ്ല്യുയിൽ ചെയ്യുന്ന സമയത്ത് യു കോൺസ്റ്റന്റ്, അതുകൊണ്ട് യുവിന്റെ ഡെറിവേറ്റീവ് യു സ്ക്വയർ, വി കോൺസ്റ്റന്റ്, അതുകൊണ്ട് വിന്റെ ഡെറിവേറ്റീവ് 3v സ്ക്വയർ, സോറി v ക്യൂബ്, ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു. ഡബ്ല്യുവിൻ്റെത് 4w ക്യൂബ്. തീർന്നിട്ടില്ല, ഒരാളും കൂടി ഉണ്ട്, ഡി ഡബ്ല്യു ബൈ ഡി ടി. ഡി ഡബ്ല്യു ബൈ ഡി ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ആരാ? ടി ക്യൂബ് പ്ലസ് ടി. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ടി ക്യൂബിൻ്റെത് 3t സ്ക്വയർ വരും പ്ലസ് 1. ഇവിടെ ബ്രാക്കറ്റ് എഴുതാൻ മറക്കരുത്, എല്ലാവർക്കും ബാധകമാണ് അയാൾ. ഡബ്ല്യുവിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കാണുന്നത്. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. dz by dt is equal to 2u v cube w power 4 into 2t plus u square 3v square w power 4 into 5 plus u square v cube 4w cube 3t square plus 1. ഇനി ഇങ്ങനെ അല്ലാതെയും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് z എന്നുള്ള ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. z ആരാ? യു സ്ക്വയർ വി ക്യൂബ് w പവർ 4. ഹിയർ z is given by u square v cube w power 4 which is equal to u ആരാ? t square ആണ്. v ആരാ? 5t minus 8. w t cube plus t. ഇത്തരം കേസസ് ഇപ്പൊ z എന്തായി? ടോട്ടലി ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയി. z എന്തായിരുന്നു? യു സ്ക്വയർ. യുവിന്റെ സ്ക്വയർ വരുമ്പോൾ ഇവിടെ ടി പവർ 4 വരും. വിന്റെ ക്യൂബ് 5t മൈനസ് 8 ഹോൾ ക്യൂബ് വരും. ടി ക്യൂബ് പ്ലസ് ടി പവർ 4 വരും. w പവർ 4 അല്ലേ? ഇയാളിപ്പോ ടോട്ടലി ടി എന്നുള്ള വേരിയബിളിലുള്ള ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിക്കാതെ യൂഷ്വൽ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് യൂഷ്വൽ ഡെറിവേറ്റീവ് വെച്ചിട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? dz ബൈ ഡി ടി ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ z ആരാ? ടോട്ടലി ടി എന്നുള്ളൊരു ഫംഗ്ഷൻ ആണ്, ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. z ഈസ് ഈക്വൽ ടു എഫ് ജി എച്ച് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ യു വി ഡബ്ല്യു എന്ന് എഴുതാം. യു ടിയിലാണ്, വി ടിയിലാണ്, ഡബ്ല്യു ടിയിലാണ്.
ഇത്തരം കേസസിൽ നമുക്ക് സാധാരണ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു വിന്റെ റിസൾട്ട് എന്ത് ചെയ്താറ് യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ഓഫ് ടു ഫംഗ്ഷൻ ആണ് ഞാനിപ്പോൾ എഴുതിയത്. ഇനി മൂന്നാളുണ്ടെങ്കിലോ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഡബ്ല്യു എന്ത് വരും യു ഡാഷ് വി ഡബ്ല്യു പ്ലസ് യു വി ഡാഷ് ഡബ്ല്യു പ്ലസ് യു വി ഡബ്ല്യു ഡാഷ് വരും. ഈ രൂപത്തിലും ചെയ്യാം നമുക്ക് ഇവിടെ തന്ന ഡിഫറൻഷിയേഷൻ. കാരണം യു ആരാണ് ടി പവർ 4 ആണ്, വി 5t മൈനസ് 8 ഹോൾ ക്യൂബ് ആണ്, ആൻഡ് ടി ക്യൂബ് പ്ലസ് ടി പവർ 4 ടി ക്യൂബ് പ്ലസ് ടി ഹോൾ പവർ 4 ആയിട്ട് ആരെ ചൂസ് ചെയ്താൽ മതി ഡബ്ല്യുവിനും ചൂസ് ചെയ്യാം. അത്തരം കേസസിൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് ഫസ്റ്റത്തിന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു തേർഡ് ഫംഗ്ഷൻ, സെക്കൻഡ് ഇൻറ്റു അടുത്തതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു തേർഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു തേർഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഈ ഒരു രൂപത്തിലും നമുക്ക് ചെയ്യാം. ആ ഒരു രൂപത്തിൽ ചെയ്താലും നമുക്ക് ആൻസർ സെയിം ആയിരിക്കും വരിക. ടിയിലായിരിക്കും. നമുക്ക് നേരത്തെ കിട്ടിയത് യുലും വിയിലും ആയിരുന്നു. അതിനെ നമുക്ക് ടിയിലേക്ക് മാറ്റാൻ യുക്കും വിക്കും ടിക്കും നമുക്ക് തന്ന വാല്യൂസ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു രണ്ട് രൂപത്തിലും നമുക്ക് ആൻസർ ചെയ്യാം. ഈ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുക, രണ്ടും സെയിം അല്ലേ എന്നുള്ളത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.